നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27. അങ്ങനെ നമ്മൾ ഈ മാസത്തിലെ അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. മെയ് 1 തീയതി വെള്ളിയാഴ്ച മഹാരാഷ്ട്ര ഡേ ആയതിനാൽ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ആയതിനാൽ തന്നെ ആകെ 4 ട്രേഡിംഗ് സെഷനുകൾ മാത്രമേ ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുകയുമുള്ളൂ. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഈ വീക്കെൻഡിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവയുടെ വിശദാംശങ്ങൾ സ്റ്റോക്കിംഗ് ന്യൂസിലും, കൂടാതെ ഇന്ന് ക്വാർട്ടർ ഫോർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ വിശദാംശങ്ങളും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കണ്ട പോലെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളിൽ പുതിയ ഡെവലപ്മെന്റ്സുകൾ വന്നതിനെ തുടർന്ന് ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ഗ്ലോബൽ മാർക്കറ്റിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും എണ്ണയുടെ വിലയിൽ 2% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. കഴിഞ്ഞ വീക്കെൻഡിൽ ഇറാന്റെ ധനകാര്യമന്ത്രിയായ ശ്രീ അബ്ബാസ് അരഗാച്ചി പാകിസ്ഥാനിൽ എത്തിച്ചേർന്നുകൊണ്ട് സമാധാന ചർച്ചകൾക്കായിട്ടുള്ള ഇറാന്റെ നിബന്ധനകൾ അറിയിക്കുകയും ചെയ്തു. കൂടാതെ ഒമാനിലും സന്ദർശനം നടത്തി തിരിച്ച് അദ്ദേഹം ഇറാനിൽ എത്തിച്ചേരുകയും ഉണ്ടായി. എന്നാൽ അതേസമയം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് അവസാനമാകുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയതും ഒരു ഫോണിൽ കൂടെ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കൂട്ടിച്ചേർക്കലുകളും ട്രംപ് നടത്തുകയും ഉണ്ടായി. എന്നാൽ അതേസമയം ട്രംപിന്റെ ഹോർമൂസ് ബ്ലോക്കേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസിസിലേക്കാണ് ഷിപ്പിംഗ് മേഖല കടക്കുന്നതും എസ്പെഷ്യലി ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും പ്രതിസന്ധി ലോകത്താകമാനം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് ഫെർട്ടിലൈസർ ഷോർട്ടേജും ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് വരുന്ന നാളുകളിൽ കാർഷിക ഉൽപാദനത്തെയും ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധം വഴി ബാധിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കോൾ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്, അദാനി ടോട്ടൽ ഗ്യാസ്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, കാനറ റെപ്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ജിന്ദാൽ സോ, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, ഫോണിക്സ് മിൽസ്, പിരമൽ ഫൈനാൻസസ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ്, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്, യൂണികൊമേഴ്സ് ഇ സൊല്യൂഷൻസ്, വരുൺ ബീവറേജസ്, വെബ്സോൾ എനർജി സിസ്റ്റംസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ ഫോർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 23,900 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ തുടർന്ന് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായ 23,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,500 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഈ ലെവലും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,200 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് 24,600 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ആകെ രാവിലെ 11:30 ജർമ്മനിയിൽ നിന്നും മെയ് മാസത്തെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് മാത്രമേ നടക്കാനുള്ളൂ. തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 8,827.87 കോടി രൂപയ്ക്ക് സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അതേസമയം 4,700.71 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് നേരിയ നഷ്ടത്തോടുകൂടിയും ICIC ബാങ്ക് ADRന് 1.5%, ഇൻഫോസിസ് ADRന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് HDFC ബാങ്ക് ADRകൾക്ക് 0.5%, വിപ്രോ ADRന് 0.5%ന്റെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ പെട്ടെന്ന് ഉടലെടുത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച US മാർക്കറ്റിൽ S&P 500ന് 0.25%, നാസ്ഡാക്കിന്
1.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.85%, ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ വന്നതിനെ തുടർന്ന് 180 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ പകുതി നേട്ടം ചോർന്നു പോയിക്കൊണ്ട് 90 പോയിന്റുകളുടെ നേട്ടമാണ് നിലവിൽ പ്രതിഫലിക്കുന്നതും. അതിനാൽ തന്നെ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%, കൊറിയൻ മാർക്കറ്റ് 1.5%-അടുത്തും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2%-ലേറെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $107.59 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $96.32 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.5%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,687.78 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചയും നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.68 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലും, കൂടാതെ നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള ഗ്രിപ്പും നഷ്ടപ്പെട്ടു. മാത്രമല്ല RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 49.21 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RSIയിലും ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. 52.27 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. IDFC ഫസ്റ്റ് ബാങ്ക് പ്രോഫിറ്റില് 4.9%-യും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 15.7%-യും ഉയർച്ച രേഖപ്പെടുത്തി. മാംഗ്ലൂർ റിഫൈനറി പ്രോഫിറ്റില് 68.4%-ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം റവന്യൂവില് 3.2%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ക്യാൻഫിൻ ഹോംസ് പ്രോഫിറ്റില് 47.8%-ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 20.7%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സുപ്രീം പെട്രോചെം പ്രോഫിറ്റില് 57.2%-ന്റെയും റവന്യൂവില് 3.1%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ലോധ ഡെവലപ്പേഴ്സ് പ്രോഫിറ്റില് 9.35%-ന്റെയും റവന്യൂവില് 11.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. തൽന പ്ലാറ്റ്ഫോംസ് പ്രോഫിറ്റില് 14%-ന്റെയും റവന്യൂവില് 15%-ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. 197 കമ്മ്യൂണിക്കേഷൻസ് കമ്പനിയുടെ അസോസിയേറ്റ് സ്ഥാപനമായ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ബാങ്കിംഗ് ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിൽ 24 മുതൽ റദ്ദാക്കി. വിപ്രോ ഊർജ യൂട്ടിലിറ്റി മേഖലയ്ക്കായി പുതുതലമുറ AI അധിഷ്ഠിത ഡിജിറ്റൽ പരിഹാരങ്ങൾ സംയുക്തമായി വിന്യസിക്കുന്നതിനായിട്ട് കോങ്സ്ബർഗ് ഡിജിറ്റലുമായിട്ട് ഒരു തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഹ്യൂം പൈപ്പ് കമ്പനി മഹാരാഷ്ട്ര കൃഷ്ണവിലാസ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ജിഹെ കഥാപൂർ ലിഫ്റ്റ് ഇറിഗേഷൻ ഡിവിഷനിൽ നിന്ന് 417.97 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പൈൻ ലാബ്സ് നിലവിലുള്ള ഓഹരി ഉടമകളിൽ നിന്ന് ഷോപ്പ് ഫ്ലോ ടെക്നോളജി
ടെക്നോളജീസിന്റെ 100% ഓഹരികളും 88 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. മണപ്പുറം ഫൈനാൻസ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ BP നന്ദകുമാറിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മുന്നറിയിപ്പ് കത്ത് നൽകി. സുപ്രീം പവർ എക്യുപ്മെന്റ്സ് 128 കോടി രൂപയുടെ ഒരു ആഭ്യന്തര ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.